കർത്താവിൻ്റെ പരിശുദ്ധപരി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാം ദിനം ഈ രാത്രിയിൽ ദൈവപാദപീഠത്തിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദൈവസഭയ്ക്ക് അനുഗ്രഹീത ആത്മീയ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പറയുക, ഞാൻ എബിസാറെന്ന് വിളിക്കും, എബിച്ചായെന്ന് വിളിക്കും, എന്നാൽ കർത്താവിൻ്റെ ദാസൻ പറയുക എബിപാസ്, പ്രിയ കർത്താവിൻ്റെ ദാസൻ പറയുക ഷാജിപ്പാസ് ആയിരിക്കുന്ന കർത്തൃദാസൻ ശിവപാസ്, ഈ സഭയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നിസ്തുല നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളല്ല, വളരെ തിരക്കുള്ള ആളാണെന്ന്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ പറയുന്ന ഭാഷയിൽ ശുശ്രൂഷയുടെ തിരക്കിലല്ല. ഞാൻ ഇന്നലെ രാത്രി എന്നെ എബിച്ചാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ ക്ഷമിക്കാം, എബിപാസ കർത്താനദാസൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ശൗലിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കാനായിട്ട് അന്വേഷിക്കുമ്പോൾ ശൗല് സാമാനങ്ങളുടെ ഇടയിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഞാനൊരു 2-3 ആഴ്ചയായിട്ടിങ്ങനെ സാമാനങ്ങളുടെ ഇടയിൽ ഇരിക്കുക. അവിടുന്ന് പായ്ക്ക് ചെയ്തുകൊണ്ട് വരാനുള്ള തിരക്ക്, ഇവിടെ വന്നപ്പം അത് സെറ്റ് ചെയ്യാനുള്ള തിരക്ക്, ഇങ്ങനെ അത്രയും തിരക്കിൻ്റെ ഇടയിലാണ്. അതാണ് കർത്താവിൻ്റെ ദാസന് ഉദ്ദേശിച്ചത്. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ ലാസർ വി മാത്യുവിനെ ഒരു മീറ്റിങ്ങിന് ക്ഷണിച്ചു. തക്ക സമയമായപ്പോൾ ആ പാസ്റ്റർക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിന് പകരം മറ്റൊരു ദൈവദാസനെ വിട്ടു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ലാസർ വി മാത്യുവിനെയാണ്, എൻ്റെ പേര് മാത്യു ലാസർ എന്നാണ്. അതുകൊണ്ട് എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് തലതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളാരും ഇവിടെ തലതിരിഞ്ഞ് ഇരിക്കരുതെന്ന് പറയാനിടയായി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം വളരെ പക്വതയോടെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ചില മീറ്റിങ്ങുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ലൈവിൽ വരുന്നത്. കർത്താവിൻ്റെ ദാസനെ എനിക്ക് എത്രമാത്രം ഹൃദയത്തിനകത്ത് ഞാൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അതെനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. കാരണം എനിക്കൊക്കെ മുമ്പേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശാലീൻ സഭയിൽ നിറങ്ങിയ കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഈ ദേശത്ത് ചെയ്തെടുപ്പാൻ സെൻറ്ററിന് അനുഗ്രഹീതമായ നേതൃനിരയുന്നതുകൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ ഒക്കെ കർത്താവ് അവസരം കൊടുക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ മുഖവര വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് പകലിലും 100ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായിട്ടാണ് ഞാനൊരു 4 മണിയോടടുത്താണ് വീട്ടിൽ എത്തിച്ചേർന്നത്. എങ്കിലും കർത്താവിൻ്റെ ദാസൻ ഇന്നലെ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, 23 വർഷം ഈ നാട് വിട്ട് മലബാറിലും അതുപോലെ തന്നെ വടക്കൻ മേഖലകളിലൊക്കെ ആയിട്ട് കർത്താവിൻ്റെ വേലയിലായിരുന്ന് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ദേശത്തേക്ക്, മാതൃസഭയിലേക്ക് കടന്നു വന്ന് അവിടെ ചാർജ് എടുത്തില്ല. അടുത്ത ഞായറാഴ്ച ചാർജ് എടുക്കത്തുള്ളൂ. എങ്കിലും എന്നെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ ക്ഷണിച്ചപ്പോൾ അത് ഒരിക്കലും നിരസിക്കാനായിട്ട് എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടും ഏത് സമയത്തും ദൈവം തരുന്ന അവസരങ്ങളെ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നുള്ളത് കൊണ്ടും ഇന്ന് രാത്രി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരുവാൻ താമസിക്കുന്നെങ്കിൽ റാന്നി ഈസ്റ്റ് സെൻറ്ററിനോട് ചേർന്ന് വരുന്ന ആളുകളിൽ ദൈവിക ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാം.
മതി. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചന ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഈ വചനഭാഗത്തേക്ക് കടന്നു വന്ന് വാക്കുകൾ പരിമിതപ്പെടുത്താനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളായി ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ വേറിട്ടായിരിക്കുന്ന ഈ സമയങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒക്കെ ഒരുപോലെ അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. ആമേൻ. പ്രിയ ബെറ്റി ചേച്ചിയും കുഞ്ഞുങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എനിക്ക് തോന്നുന്നത് നാളെ സുനിയാണ് ശുശ്രൂഷിക്കുന്നത് തോന്നില്ലേ. ഞാൻ ഇന്ന് വൈകുന്നേരമാണ് അറിഞ്ഞത് നാളെ സുനിയാണ് ഇവിടെ, എൻ്റെ സഹോദരനാണ്, സുനിപാസ്റ്ററാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നതെന്ന് അറിയുവാനിടയായി. സ്തോത്രം. നാളത്തെയും അടുത്ത ദിവസങ്ങളിലെയും പ്രാർത്ഥനകളൊക്കെ അനുഗ്രഹമായി തീരട്ടെ. നാം ദൈവസന്നിധിയിൽ എത്രമാത്രം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് എത്ര ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുന്നു എന്നതിനേക്കാൾ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് അത് എത്രമാത്രം അനുഗ്രഹകരമായി വിടുതലുകളായി ആമേൻ തീർന്നുകൊണ്ട് നാം നിത്യതയ്ക്കായി ഒരുക്കപ്പെടാനിടയായി തീരുന്നു എന്നുള്ളത് ആമീൻ നാം ഈ നാളുകളിൽ ആമീൻ വിചിന്തനം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുന്നതിന് മുഖാന്തരമായി മാറണം. പെന്തക്കോസ്തുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആമീൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്ക് ഒരു കുറവുമില്ല. അനുഗ്രഹീതരായ ദൈവദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ ആമീൻ നമുക്ക് ആമീൻ ആവശ്യത്തിലേറെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നാം ഒന്ന് പുനർവിചിന്തനം ചെയ്യണം. ഞാൻ കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ 5-ാമത്തെ ദിവസം അടുത്ത ദിവസങ്ങളിലൊക്കെ ദൈവത്തിലായിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ആമീൻ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിനകത്ത് എത്രമാത്രം അത് വിശ്വാസമായി പരിണമിക്കുന്നുണ്ട് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യവും അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യവും മുഖവര എന്നവണ്ണം ചില കാര്യങ്ങൾ അതിനകത്ത് നിന്ന് ഓർപ്പിച്ച് വായിച്ച തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 25-ാമത്തെ വാക്യവും. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് പുറകിൽ ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ ആ വചനഭാഗം കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനായിട്ട് അവസരമുണ്ടായി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, വിശ്വാസികൾ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മതി. കാരണം അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നാണ്. മാത്രമല്ല അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അത് അബ്രഹാമിന് തൻ്റെ ജീവിതത്തിൽ നീതിയായി കണക്കിട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ അവൻ അവിശ്വാസത്താൽ സംശയിക്കാതെ സാഹചര്യങ്ങളെ വിലയിരുത്തി അവൻ മാറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിപ്പാനിടയായി. എന്തുകൊണ്ടാണ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ്, വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമ്മൾ വിശ്വാസികളാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മളും അനുഗ്രഹിക്കപ്പെടും. പക്ഷേ അബ്രഹാമിനോടുകൂടെ എന്നല്ല, വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്ക് അവിടെ എടുത്തു പറഞ്ഞതെന്ന് ഞാനിങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുവാൻ ഇടയായി. അബ്രഹാം വിശ്വാസിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസി ആയിരുന്നു. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അതുകൊണ്ടാണ്
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കണ്ട, നമ്മൾ കാണുന്നുണ്ട് 1-ാം വാക്യത്തിനകത്ത് ദൈവം അബ്രഹാമിനോട് പോകുക എന്ന് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടുന്ന് 4-ാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ അബ്രഹാം ദൈവം പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അബ്രഹാം പോയി എന്ന് എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യത്തിനകത്ത് അബ്രഹാം യാത്ര ചെയ്ത് കനാനിൽ എത്തി എന്നും എഴുതിയിട്ടുണ്ട്. 7-8 വാക്യങ്ങൾക്കകത്ത് അബ്രഹാം ദൈവത്തെ യാഗപീഠം പണിത് ആരാധിച്ചു എന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ആമേൻ, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുക മാത്രമല്ല, അവൻ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്ത ഒരു നല്ല മാതൃകാപരമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. ഈ ഒരു ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, സ്തോത്രം, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെങ്കിലും അവൻ ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിനകത്തുണ്ടെങ്കിലും അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ചില സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിക്ക് യോഗ്യമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. സ്തോത്രം എന്ന് പറഞ്ഞ് അബ്രഹാം കുഴപ്പക്കാരനായിരുന്നു എന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചു നിങ്ങൾ പറയരുത്. ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, അവിടെ കനാനിൽ എത്തിയ അബ്രഹാം ദൈവം പറഞ്ഞിട്ട് അവൻ കനാലിൽ എത്തിയതാണ്. എന്നാൽ അല്പകാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ആമേൻ ദൈവ നിയോഗപ്രകാരം താൻ എത്തിയ ആ കനാനിൽ ക്ഷാമം നേരിട്ടപ്പോൾ അവിടെ അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ തൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അബ്രഹാം അവിടെ നിന്ന് മിസ്രയീമിലേക്ക് പോയി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അബ്രഹാം വിശ്വാസത്തിൽ അവിടെയും പ്രതിസന്ധിയുടെ മധ്യത്തിൽ അടിയുറച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ആമീൻ ദൈവം അയച്ചിട്ടാണ് കനാനിൽ എത്തിയതെന്നറിയാവും. ആമീൻ അവിടെ ഒരു ക്ഷാമം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ദൈവം മതിയായവനാണ്. ആമീൻ അബ്രഹാം തൻ്റെതായ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിനത്തിൽ ദൈവസ്ഥനായിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ആമീൻ നിന്നെ വിളിച്ചത് ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം യുക്തിക്കനുസരിച്ച് തീരുമാനമെടുക്കാനിടയാകരുത്. നമ്മൾ ദൈവാലയത്തിനകത്ത് വന്നിരുന്ന് കൈകൊട്ടി പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ഒക്കെ ആയിരിക്കും. കൂട്ടായ്മകളൊന്നും മുടക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ അവരവരുടെ ഹൃദയത്തിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടിയിട്ട് ഒന്ന് ശോധന ചെയ്യണം. ആമീൻ ദൈവം എന്നെ വിളിച്ചെന്നുള്ള സത്യമാണ്, ഞാൻ ദൈവത്തെ പിൻപറ്റുന്നുള്ള സത്യമാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആമീൻ വഴിമാറി സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ ഒന്ന് ശോധന ചെയ്യണം. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാം ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യമല്ലാത്തത് മിസ്രയീമിലേക്ക് താൻ പോകാനിടയായി. അടുത്തത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, ഇവ മിസ്രയീമിലേക്ക് പോയപ്പോൾ ആമീൻ അവിടെ വീണ്ടും താൻ തൻ്റെ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക. അബ്രഹാം പറയുകയാണ്, എൻ്റെ ഭാര്യ സുന്ദരിയായ ഭാര്യയാണ്, അത് അവിടുത്തെ രാജാവ് കണ്ടിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് ദോഷം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അബ്രഹാം പറയുകയാണ്, നീ അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യണം, നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ കള്ളമാണ്, കള്ളമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്, അല്ലേ? അബ്രഹാമിൻ്റെ ഒരു വകയിൽ അർത്ഥ സഹോദരി തന്നെയാണ് ആര്? സാറ.
സ്വതന്ത്രം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതെന്നറിയോ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ കേൾക്കുമ്പോൾ സത്യമാണെന്ന് തോന്നും, പക്ഷേ പലതും അർത്ഥസത്യങ്ങളായിരിക്കും. സ്തോത്രം. ഞാൻ ദൈവമക്കളുടെ കാര്യം പറയാം. നമ്മൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും ആമേൻ നമ്മുടെ നാവ് കൊണ്ട് അന്യഭാഷ പറയുകയും ചെയ്ത് ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവമക്കളാണ് നമ്മൾ. എന്നാൽ നമ്മൾ ആമേൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും നല്ലതാണ്, പക്ഷെ നമ്മുടെ നാവ് ആമേൻ സത്യം പറയുമോ അതോ അസത്യം പറയുമോ അതോ അർത്ഥസത്യങ്ങൾ പറയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. നമ്മൾ അസത്യം പറഞ്ഞിട്ട് അത് പാസ്റ്ററോടായാലും കൂട്ടുവിശ്വാസികളോടായാലും താൽക്കാലിക കാര്യസാധ്യത്തിന് വേണ്ടിയാണെങ്കിലും നമ്മൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ട് അത് അസത്യമോ അർത്ഥസത്യങ്ങളോ ആയി തീർന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അതെങ്ങനെ കണക്കിടുമെന്ന് നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. ഞാനൊരിക്കൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫർണിച്ചർ പണിത് വിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ പണിക്കാർ തടികൊണ്ട് ഫർണിച്ചറുകൾ പണിത് വരുന്ന ആളുകൾക്ക് വിൽക്കുന്ന ഒരു മുതലാളിയാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു ആളവിടെ ഒരു മേശ വാങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ വന്ന ആളിനോട് പറഞ്ഞു, ഇത് ആ ഉരുപ്പടിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ കൂട്ടത്തിൽ വന്ന ആളുകൾ ചോദിച്ചു, ഇത് തേക്ക് തന്നെയാണോ എന്ന് ചോദിച്ചു. സത്യക്രിസ്ത്യാനിയായ ഈ മനുഷ്യൻ ആ ഫർണിച്ചറിൽ ഇങ്ങനെ തൻ്റെ കൈ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ദൈവത്തിനാണ് ഇത് തേക്കാന്ന് പറഞ്ഞു. വന്ന ആളുകൾ പിന്നെ ഒന്നും നോക്കിയില്ല. അവർ ചോദിച്ച വില കൊടുത്ത് ഇത് വാങ്ങിക്കൊണ്ട് പോയി. അവർ വാങ്ങി വണ്ടിയെ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അക്രൈസ്തവരായ പണിക്കാർ, ക്രിസ്ത്യാനികളല്ല, അക്രൈസ്തവരായ ആളുകളാണ് അവിടുത്തെ പണിക്കാർ. അവർ ചോദിച്ചു, ചേട്ടൻ്റെ ഒരു സത്യക്രിസ്ത്യാനിയല്ലേ, ഈ കൊടുത്തുവിട്ട മേശ പണിതത് ഞങ്ങളല്ലേ, ഞങ്ങളെ നിർത്തിക്കൊണ്ടല്ലേ ചേട്ടൻ പറഞ്ഞ് ഇത് ദൈവത്തിനാണ് തേക്കാണെന്നല്ലേ പറഞ്ഞ്, അത് ശരിയാണോ? നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ബുദ്ധിമാനായ ഈ സത്യക്രിസ്ത്യാനിയായ അച്ചായൻ അവിടെ പറയുക, നീ എന്തോ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാന്ന് പറഞ്ഞു. പണിത ആളുകൾ പറഞ്ഞു, അല്ല അച്ചായൻ പറയുന്നത് കള്ളമാന്ന് പറഞ്ഞു. ഈ അച്ചായൻ പറഞ്ഞു, അല്ലടാ, നീ കണ്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ ആ കൈ വെച്ചത് എവിടാന്ന് നിനക്കറിയാമോ? അതിൻ്റെ 2 പീസുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന സ്ഥലത്ത് ഇരുമ്പിൻ്റെ ആണിയല്ല വെക്കുന്നത്, അവിടെ തടി കൂർപ്പിച്ചിട്ട് അടിച്ചു കയറ്റിയിട്ടാണ് 2 പീസ് തമ്മിൽ ഉറപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ കൈവച്ചത് ആ ആണിയുടെ മുകളിലാണ്, അത് തേക്കിൻ്റെ പീസാണ്, ഞാൻ അതേ കൈവച്ചുകൊണ്ടാണ് പറഞ്ഞ് ദൈവത്തിനാണ് ഇത് സത്യമാണ്. ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും ദൈവത്തിൻ്റെ മക്കളെ സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ അബ്രഹാം ഇവിടെ ഒരു വിശ്വാസിക്ക് യോഗ്യമല്ലാത്ത കാര്യം പറയുകയാണ്. നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിൻ്റെ മക്കളോട് പറയട്ടെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് സത്യങ്ങൾക്ക് പകരം അർത്ഥസത്യങ്ങളോ അസത്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾക്ക് എത്ര റിസൾട്ട് ഉണ്ടാകും എന്ന് നാം ഒന്ന് ചിന്തിപ്പാനിടയാകണം. ഞാൻ വേഗത്തിൽ മുൻപോട്ട് കടന്നു പോകട്ടെ. അബ്രഹാം തൻ്റെ ഭാര്യയെ സഹോദരിയാണെന്ന് പറഞ്ഞതിൻ്റെ പരിണിത ഫലങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. രാജകൊട്ടാരത്തിൽ പോകേണ്ടതായിട്ട് വന്നു. അവിടെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഒരു മിസ്രൈമ്യ ദാസിയെ ഉൾപ്പെടെ തിരിച്ചു കിട്ടി. ആ ദാസി പിന്നീട് അബ്രഹാമിന് ഒരു മകന് ജന്മം കൊടുക്കേണ്ട സാഹചര്യം വന്നു. ആ മകൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനിടയായി തീർന്നു. ഇതെല്ലാം
എവിടെ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്ന് ചിന്തിക്കണം. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ആമേൻ ആത്മാവിൽ ഗലാത്യ വിശ്വാസികളോട് പറഞ്ഞു, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാം വിശ്വാസിയായി നിന്ന തൻ്റെ ജീവിതം നമ്മൾ അനുകരിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് അവിശ്വാസത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധന നടത്തി നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 16-17 അധ്യായങ്ങൾക്കകത്തുണ്ട്, വായിക്കണ്ട. അവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്തോത്രം, ദൈവം വീണ്ടും വാഗ്ദത്തം ചെയ്ത് ഇസഹാക്കിനെ കൊടുക്കാൻ ദൈവത്തിൻ്റെ പ്ലാനുമായിട്ട് വന്നപ്പോൾ അബ്രഹാം പറയുക, ഓ ഇനി അതിനൊന്നും ആവശ്യമില്ല. പറഞ്ഞ കാലഘട്ടമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് പുറകില്ല. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ അതിന് മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി. എന്നിട്ട് പറയുകയാണ്, ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്ന വെച്ചാൽ മാത്രം മതി, ഇനി പണ്ട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും നടന്നില്ലേലും കുഴപ്പമില്ല. ഇന്ന് രാത്രിയിൽ ഈ സഭയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ വിശ്വാസികൾക്ക് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധി ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളുടെ സമയം മുന്നോട്ട് പോയി എന്നോർത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ആ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആമീൻ, നമ്മൾ ഒരിക്കലും ആമീൻ അബ്രഹാം പറഞ്ഞതുപോലെ പറയാനിടയാകരുത്. അതുകൊണ്ടാണ് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ആമീൻ, വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് നിർത്താൻ കൊള്ളാവുന്ന ഒത്തിരി പേരുണ്ടെന്നാൽ ഇന്ന് രാത്രി ദൈവങ്ങളോട് പറയട്ടെ, അവരുടെയൊക്കെ ജീവിതത്തിനകത്ത് അവരൊക്കെ മനുഷ്യരാണ്. ആമീൻ, അവരുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം അനുകരിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ നമ്മുടെ മാതൃകയാക്കാൻ പാടില്ല. രണ്ടാമത് നമ്മൾ വായിപ്പാനിടയായി തീർന്നത് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ്. അതിനകത്ത് ഒന്ന് വായിക്കാം. എന്നാൽ നോക്കിക്കേ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് താൻ ഇറങ്ങി തിരിച്ച നാൾ മുതൽ ദൈവത്തെ വിശ്വസിച്ച് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും മരണത്തെ മുഖാമുഖമായി കാണുന്ന സന്ദർഭങ്ങൾ വരെ ജീവിതത്തിനകത്ത് വന്നിട്ടും സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും സഹോദരന്മാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും കാട്ടിൽ വെച്ചും നാട്ടിൽ വെച്ചും ഒക്കെ ആമീൻ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും ആമീൻ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആമീൻ, ഞാൻ ഇതെല്ലാം എൻ്റെ കർത്താവിനെ പ്രതി സഹിച്ചുകൊണ്ട്, ആമീൻ, ചിലതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, ചിലതിൻ്റെയൊക്കെ പിന്നാലെ ഞാൻ ശ്രദ്ധയോടെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുക. ആമീൻ, ആ പൗലോസ് ആമീൻ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അഗ്രിപ്പ രാജാവേ, ഞാൻ ഇന്നുവരെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് പറയുക. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് മക്കളോട് ഞാൻ പറയാം, ആമേൻ, അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുമ്പോഴും ജീവിതത്തിനകത്ത് ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ നമ്മൾ ശ്രദ്ധിച്ച് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വിശ്വാസം അനുകരിക്കുന്നവരായിരിക്കണം. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ആമേൻ, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ. അവിടെ പറയുകയാണ്, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുക. ഇന്ന് രാത്രിയിൽ ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന ദിനങ്ങളിൽ നിങ്ങൾ കേട്ട വചനങ്ങൾ, അതിനകത്ത് ദൈവം നിങ്ങളോട് പറഞ്ഞ അരുളപ്പാടുകൾ, ആ വാഗ്ദത്തങ്ങൾ, അത് വിശ്വസിച്ചുകൊണ്ട് ആമേൻ, എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്ത വചനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം ദൈവത്തോട് പറയാനിടയാകണം. പ്രിയ കർത്താവിന്റെ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരും റാന്നി ശാലേ സഭയുടെ
അംഗങ്ങളാണ്. സ്തോത്രം. എനിക്ക് മുമ്പേ കർത്താവിൻ്റെ ദാസൻ, ഞങ്ങൾ ഒരേ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടും മുമ്പേ കർത്താവിൻ്റെ ദാസനാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. ഞാൻ 23 വർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുക. ഈ കഴിഞ്ഞ വർഷം മെയ് മാസം 1-ാമത്തെ ഞായറാഴ്ച ഞാൻ എൻ്റെ സഭയിൽ, ഞാൻ മൂവാറ്റുപുഴയിലാണ്, വാളകം സെൻ്ററിലാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ആ സഭയിൽ മെയ് മാസം 1-ാമത്തെ ഞായറാഴ്ച എഴുന്നേറ്റ് പറഞ്ഞു, അടുത്ത മെയ് മാസം 1-ാം തീയതി കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പാസ്റ്റർ ഇവിടെ ഉണ്ടാവും. അടുത്ത വർഷം ഞാൻ മാറുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് നല്ലൊരു പാസ്റ്റർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 1 വർഷമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സഭ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ട് ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു ക്രമീകരണമാണ് എൻ്റെ മാതൃസഭയിലേക്ക് ശുശ്രൂഷകനായിട്ട് വരാനൊരു അവസരം കർത്താവ് നൽകി തന്നത്. ദൈവം എനിക്കതിന് കുറേ വചനങ്ങൾ അനുബന്ധമായിട്ട് നൽകി തന്നു. ആ വചനത്തിലൊക്കെ ആശ്രയിച്ച് അവസാനം ഞാനും തീരുമാനിച്ചു, ആ കാര്യം അതിനോട് യോജിച്ച് നിൽക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ എന്നിട്ടും എൻ്റെ ഉള്ളിൽ ചില ആശങ്കകളൊക്കെ എന്നെ കടന്നു വന്നു. എന്നെ സ്നേഹിക്കുന്ന പല ആളുകളും പല വചനങ്ങളും കോട്ട് ചെയ്ത് എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അതിനൊക്കെ സ്തോത്രം പറഞ്ഞെങ്കിലും പിന്നെയും ദൈവസന്നിധിയിൽ ഇങ്ങനെ ആലയത്തിനകത്തോട് ഇങ്ങനെ നടന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം പിന്നെയും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മാനുഷികമായ ഒരു ചിന്ത ഇങ്ങനെ കയറി വന്നു. സ്തോത്രം. 4-5 വചനങ്ങൾ ദൈവം എനിക്ക് പ്രവാചകന്മാരെ തലയ്ക്ക് വെച്ച് പറഞ്ഞൊന്നുമല്ല, ദൈവം എന്നോട് സംസാരിക്കുന്ന വചനം വായിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെടുന്ന വചനങ്ങളാണ്. ആ വചനങ്ങളൊക്കെ അകത്തുണ്ടെങ്കിലും ഞാൻ പിന്നെയും കർത്താവ് ഇത് തന്നെ വേണോ അതോ ഇതിൽ നിന്ന് പിന്മാറണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു 35 വർഷത്തിന് പുറകിൽ എന്ന് തോന്നുന്നു, ഏകദേശം കണക്കായിട്ട് ഒരു 30-നും 35-നും ഇടയ്ക്ക് വർഷങ്ങൾക്ക് പുറകിൽ ദൈവം എന്നോട് സംസാരിച്ച ഒരു വാഗ്ദത്ത വചനം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാഗ്ദത്തത്തെ ഓർമ്മപ്പെടുത്തുവാനായി ഇടയായി. അത് മറ്റൊന്നുമല്ല, ഞാൻ സ്നാനപ്പെട്ട സമയത്ത്, സ്നാനപ്പെട്ട് കഴിഞ്ഞ് +2 പഠിക്കുന്ന സമയത്താണ്, +1 കഴിഞ്ഞ സമയത്താണ് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞ് എല്ലാ വിശ്വാസികളും പോയി കഴിഞ്ഞ് ഞാൻ പായൊക്കെ ഇങ്ങനെ മടക്കി ആ ബെഞ്ചിലൊക്കെ കൊണ്ടെന്ന് വെച്ച് ഒരു സൈഡിൽ നിന്ന് ജനലും കഥവും ഒക്കെ അടച്ച് എല്ലാം പൂട്ടിക്കെട്ടി അവസാനത്തെ ഡോറും പൂട്ടി താക്കോല് കൊണ്ടുപോയി പാഴ്സനേജ് കൊടുത്തിട്ട് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ നടന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കേവലം ഒരു വിശ്വാസിയാണ്. കനാനായ യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ട് പാട്ട് പാടാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല. ആദ്യമായിട്ട് സൺഡേ സ്കൂൾ പഠിച്ചത് 8-ാം ക്ലാസ്സിലാണ്. 10-ാം ക്ലാസ് കൊണ്ട് അവസാനിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ആയിരിക്കുന്ന ഞാൻ ഒരിക്കലും ഒരു സുവിശേഷകനായി തീരാനോ സുവിശേഷ വേല ചെയ്യാനോ ഒരു ചിന്ത പോലും മനസ്സിനകത്തില്ല. അങ്ങനെ ഒന്നും സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. വെറും ഒരു വിശ്വാസി. സ്നാനപ്പെട്ടിട്ട് മാസങ്ങളോ ഒരു പക്ഷെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ വർഷങ്ങളോ ഒന്നും കൃത്യമായി ഡേറ്റ് ഓർക്കുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഒരു വചനം ഇടപെട്ടു. അത് വേറൊന്നുമല്ല, എല്ലാവരും പോകും, ഞാനിതെല്ലാം മടക്കി തോർത്ത് കെട്ടി വെച്ച് പൂട്ടി താക്കോലും കൊണ്ടുവന്ന് പാഴ്സനേജ് കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ നിനക്കൊരാഗമനം തരുമെന്ന്. യിരെമ്യാ പ്രവചനത്തിന് ഒരു വാക്യമുണ്ട്. സ്തോത്രം. അന്നത് എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഞാനൊരു സുവിശേഷകനാകുമെന്നോ ആലയ സഭയിലേക്ക് ഒരു ശുശ്രൂഷകനായിട്ട് വരുമെന്നോ അന്ന് ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ ഉള്ള വിശ്വാസികൾ ഇന്നും വിശ്വാസികളായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരുമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ച ആളല്ല. എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് പുറകിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു 35 വർഷങ്ങൾക്കോളം പുറകിൽ ദൈവം എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തത്തെ ദൈവം എനിക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തി തന്നു. ഇന്ന് രാത്രിയിൽ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ 5-ാമത്തെ ദിനത്തിൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ എത്ര മുന്നോട്ട് പോയാലും കാലങ്ങൾ എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കാം.
ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ പ്രക്ഷുബ്ധാവഹമായി മാറിയാലും ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. അതുതന്നെയാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്ന വചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുകയാണ്, നമുക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ, നമുക്കും അത് അംഗീകരിക്കാം. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസ്തനാണ്, ദൈവം അത് നിവർത്തിക്കും. അനുഭവമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുക. സ്തോത്രം. ഇവിടെ പൗലോസ് 275 യാത്രക്കാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ പൗലോസ് പറയുക, 14 ദിവസമായിട്ട് സൂര്യനെ കാണുകയോ കരയെവിടാന്ന് അറിയാൻ പറ്റാതെ ഇരിക്കുമ്പോൾ പൗലോസ് പറയുക, സ്തോത്രം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നതെന്ന് എന്നോട് പറഞ്ഞു, സ്തോത്രം, നീ എൻ്റെ സാക്ഷിയാകുമെന്ന്, നിൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും സംഭവിക്കത്തില്ലെന്ന്. എന്നിട്ട് പറയുക, എന്നോട് അരുളി ചെയ്തത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ, ഒരു ചെറിയ വാക്കാണെങ്കിലും ഒരു ചെറിയ വചനമാണെങ്കിലും ഒരു മണിക്കൂറത്തെ പ്രസംഗത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരൊറ്റ വാക്കാണെങ്കിലും അത് ദൈവത്തിൻ്റെ വചനമാണ്, അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണെങ്കിൽ, അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് നിവർത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ വാക്കുകൾ പരിമിതപ്പെടുത്തിട്ട് വളരെ വേഗത്തിൽ സമയം മുൻപോട്ട് പോകുന്നല്ലോ. സ്തോത്രം. അവിടെ പറയുക, എന്നോട് അരുളി ചെയ്ത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന 2 ദിവസം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. നാളെ നോൺ സ്റ്റോപ്പ് വർഷിപ്പും മീറ്റിങ്ങും ഒക്കെയാണെന്ന് അറിയുന്നു. സ്തോത്രം. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ സ്തോത്രം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ആമേൻ. വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ വിശ്വാസികളായ നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പാർട്ട് നാം പിന്തുടരുന്നവരായിരിക്കണം. അപ്പോൾ തന്നെ അവിശ്വാസത്തിൻ്റെ പാർട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുന്നവരായിരിക്കണം. ആമേൻ. പൗലോസിനെ പോലെ ആമേൻ കഴുത്ത് ഛേദിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആമേൻ തൻ്റെ ശിരസ് ഛേദിക്കാനുള്ള വാള് രാകുന്ന ശബ്ദം അടുത്ത റൂമിൽ 3 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പൗലോസ പറഞ്ഞ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴുക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, അവസാനത്തെ സമയം വരെ ആമേൻ താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ആ ഭാഗം പറഞ്ഞ് എനിക്ക് തന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ വാക്കിലൂടെ പരിമിതപ്പെടുത്തും. സ്തോത്രം. ഫീഡ്ബാക്ക് ഇച്ചിരി കുറവാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഞാനും ഈ ചൂട് കാരണം ഒത്തിരി ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് ഞാൻ സാധാരണ തണുത്ത വെള്ളം കുടിക്കാറില്ലായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് താങ്ങാൻ വയ്യാത്ത ചൂട് കൊണ്ട് കുറേ തണുത്ത വെള്ളം കുടിച്ച് എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആണോ? പുറകെ വരെ ക്ലിയർ ആണോ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. ചില കാര്യങ്ങൾ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ വചനം നിശ്ചയമായ ഒരു അനുഗ്രഹമായി തീരുവാനിടയായി തീരും. സ്തോത്രം. നിങ്ങൾ വായിക്കണ്ട, ഞാൻ ചില കാര്യങ്ങൾ അതിൻ്റെ തൊട്ടു പുറകിലത്തെ അധ്യായത്തിനകത്ത് നിന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് കർത്താവ് പ്രത്യേകിച്ച് പേര് ചൊല്ലി വിളിച്ച് തിരഞ്ഞെടുത്ത് 12 പേരുടെ അകത്ത് നിന്ന് വീണ്ടും ഒരു 3 പേരെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെയും കൊണ്ട് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മലയിലേക്ക് കയറിപ്പോയ സംഭവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ.
എന്നാൽ അവിടെ വെച്ച് ഒരു സ്വർഗീയ സദസ്സ് അവിടെ കൂടുകയാണ്. അവിടെ മോശയും ഏലിയാവും ആ സ്വർഗീയ സദസ്സിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്തോത്രം, ഈ 3 പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം, ഞങ്ങൾ 3 കുടില് ഉണ്ടാക്കാം. ഇവിടെ എത്ര പേരുണ്ട്? അവിടെ ഇപ്പം എത്ര പേരുണ്ട്? 6 പേരുണ്ട്. കർത്താവുണ്ട്, മോശയുണ്ട്, ഏലിയാവുണ്ട്, പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. 6 പേരുണ്ട്. പക്ഷെ ഇവർ പറയുകയാണ് ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാവിന്. അപ്പം ഓരോരുത്തർക്ക് താമസിക്കാൻ പറ്റുന്ന പോലുള്ള കുടില്, 3 പേർക്ക് 3 കുടില്. ഈ 3 കുടില് 3 പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ ഉണ്ടാക്കുന്നവർക്ക് എന്തോ ഉള്ളേ? അവർ കുടിലുണ്ടോ? ഇല്ല. അവരവരുടെ ആത്മീയ തീഷ്ണത കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളെല്ലാം കർത്താവിന് വേണ്ടി, മോശയ്ക്ക് വേണ്ടി, ഏലിയാവിന് വേണ്ടി എല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ, ഞങ്ങൾക്കൊന്നും വേണ്ട. നോക്കണം, നല്ല പിൻപറ്റാൻ കൊള്ളാവുന്ന ഒരു നല്ല മാതൃക എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്തക്കോസിൻ്റെ 1-ാം തലമുറയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു മനോഭാവമായിരുന്നു. സ്തോത്രം, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനുള്ള സന്നദ്ധത. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് കഷ്ടം വന്നാലും എന്ത് നഷ്ടം വന്നാലും സാരമില്ല എന്ന് കാണുന്ന ഒരു തലമുറ പെന്തക്കോസിനകത്തുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥയൊന്നും ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് അങ്ങ് വടക്കൻ ഭാഗത്തു നിന്നുള്ള പരിചയമുള്ളൂ, ഈ ഭാഗത്തെ പരിചയമൊന്നും ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാൽ അവരെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ വാക്യത്തിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. സ്തോത്രം, എല്ലാം കർത്താവിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിലകൊണ്ട ഒരു കൂട്ടം, ഒരു 3 പേര്, ഒരു കൂട്ടം ആളുകൾ. ഇനിയും ബാക്കി അവശേഷിക്കുന്ന 8 പേര് ഈ മലയുടെ താഴെയാ. അവരുടെ അവസ്ഥ എന്നാന്ന് നോക്കി. ഒരു ചന്ദ്രരോഗമുള്ള കൊച്ചിനെയും കൊണ്ട് ഒരപ്പൻ പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണം. അവിടെ അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അത് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പറയുന്നുണ്ട്, സ്തോത്രം, ഞാൻ എൻ്റെ മകനെ, ചന്ദ്രരോഗം പിടിച്ച് എൻ്റെ മകനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവരെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. സ്തോത്രം, 3 പേര് കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരാൻ സന്നദ്ധതയുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ. ഇവിടെ 8 പേര് തോറ്റ് തുന്നം പാടി നിൽക്കുന്ന 8 പേര്, പരാജയപ്പെട്ട് മുഖം പാടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് അവരെ ചില വാക്കുകളൊക്കെ പറഞ്ഞ് ഒന്ന് തർജ്ജനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം, വേണ്ട അത് വായിക്കണ്ട. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ 3-ാമത് കാണാൻ സാധിക്കുന്നത്, സ്തോത്രം, ഒരു സാധാരണ യഹൂദൻ അടയ്ക്കേണ്ട ദ്വിദ്രഹ്മ പണം കരം കൊടുക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന പത്രോസിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞു, നിങ്ങളുടെ ഗുരു കരം അടയ്ക്കുന്നുണ്ടോ ചോദിച്ചു. പറഞ്ഞു ഓ എന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്, ചതുർദ്രഹ്മ പണം കിട്ടും, എൻ്റെ കരവും നിന്റെ കരവും കൂടെ കൊടുത്തേക്കാൻ പറയുമ്പോൾ അവിടെ കരം കൊടുക്കാനുള്ള പൈസ പോലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. സ്തോത്രം, നോക്കണേ, ഒരു കൂട്ടം ആളുകൾ കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവർ. ഒരു കൂട്ടം ആളുകൾ വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ ഏൽപ്പിച്ച കാര്യം പൂർത്തീകരിക്കാൻ പറ്റാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന. എന്നിട്ട് കർത്താവിനോട് ഒന്ന് ചോദിക്കുക, ഞങ്ങൾക്ക് എന്തുകൊണ്ടത് കഴിഞ്ഞില്ല? പറഞ്ഞു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഒന്നും. അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അടുത്തൊരു കൂട്ടര് ഭൗതികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന,
സ്തോത്രം. കരം കൊടുക്കാൻ പോലും പണമില്ലാതിരിക്കുന്ന അവസ്ഥ. ഇത് മൊത്തത്തിലുള്ള ഒരു പിക്ചർ നമുക്കതിനകത്ത് മനസ്സിലാവും. ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, ഇതിൽ ഒരു കൂട്ടർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, ഒരു കൂട്ടരുടെ മുമ്പിൽ പ്രാർത്ഥനാ വിഷയം പോലും പരാജയപ്പെട്ട് നിൽക്കുന്നു, കരം കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ. എന്നിട്ട് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, 18:1, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്നുള്ള ചോദ്യമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിൻ്റെ മക്കളോട് കാര്യം പറയാം. സ്തോത്രം. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സഭയ്ക്കകത്ത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുടുംബജീവിതത്തിനകത്ത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്കകത്ത്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കകത്ത് പരാജയപ്പെട്ടിട്ട് സ്വർഗത്തിൽ വിജയിക്കാമെന്ന് വിചാരിക്കരുത്. മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇവിടെ പല മേഖലകളിലും പരാജയപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാര് അവർ ചോദിക്കുക, സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആര്? അപ്പൊ നോക്കിയേ, ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളുടെ കാര്യം പറയാം. ഈ വിശുദ്ധ ബൈബിൾ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ ഇതിനകത്ത് നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിനകത്തും, സഭാ ജീവിതത്തിനകത്തും, കുടുംബ ജീവിതത്തിനകത്തും, സാമൂഹിക ജീവിതത്തിനകത്തും ഈ വചനപ്രകാരം ജീവിച്ചിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ. അത് ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലാവും. ഇന്ന് പല ആളുകളുടെയും, ഞാൻ മലബാറിലെയും അങ്ങനെ വടക്കൻ തിരുവിതാംകൂറിലെയൊക്കെ അനുഭവം പറയുന്നത് കേട്ടോ, പല ആളുകളുടെയും ഒരു ചിന്താഗതി എന്നാണെന്നറിയാമോ? തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഏതെല്ലാം മേഖലകളിൽ പരാജയപ്പെട്ടാലും ഞായറാഴ്ച സ്തോത്രം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കി. സ്തോത്രം. എന്നിട്ട് കുറച്ച് ഉറങ്ങി മയങ്ങി തൂങ്ങിയൊക്കെ ഇരുന്നിട്ട് പിന്നെ പറയും, ഓ ഇന്നത്തെ ശുശ്രൂഷ ഒരു സുഖമില്ലായിരുന്നു, അത്ര അങ്ങോട്ട്. സ്തോത്രം. ഞാൻ ദൈവങ്ങളുടെ കാര്യം പറയാം. ആമേൻ. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ജീവിതത്തിനകത്ത് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം. സഭായോഗം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നാം ഈ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. സ്തോത്രം. വന്ന് ദൈവമക്കളുടെ ഇടയിൽ, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ എത്രമാത്രം വചനം അനുസരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, കേൾക്കുന്ന വചനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ ഒരു മരുമോനുണ്ട്, തികഞ്ഞ കനാനായക്കാരനാണ്, ക്ലീമീസ് തിരുമേനയുടെ വലങ്കയ്യ. അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ നോമ്പ് നോക്കുന്ന സമയത്ത്, നമുക്കറിയാമല്ലോ, അതിന് 50 നോമ്പ് 8 നോമ്പ് അങ്ങനെയൊക്കെ നോമ്പ് നോക്കുന്ന സമയത്ത് കടയിൽ നിന്ന് പറ്റ് സാധനം വാങ്ങിയതിൻ്റെ ഏതെങ്കിലും കടയിൽ പറ്റെന്ന് പറഞ്ഞ മനസ്സിലല്ലോ, കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തതിന് ശേഷമേ ഞങ്ങൾ നോമ്പ് നോക്കത്തുള്ളൂ. ഒരു കനാനക്കാരനായ എൻ്റെ അളിയൻ പറഞ്ഞതാണ്, ഞങ്ങൾ നോമ്പ് നോക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും വല്ലതും കടം കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ, മീൻസ് കടം വാങ്ങിയതോ സാധനം എന്തെങ്കിലും കടം ഉണ്ടെങ്കിൽ അത് വീട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രമീകരണം വരുത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യാറുള്ളൂ, നോമ്പ് നോക്കാറുള്ളെന്ന്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ നോമ്പ് നോക്കും, എത്രമാത്രം ജീവിതത്തിനകത്ത് നമ്മൾ ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ആമേൻ, പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ചോദിക്കുക, സ്വർഗത്തിൽ വരുമ്പോൾ വലിയവൻ ആരായിരിക്കുമെന്ന്. ഇനി കർത്താവ് അതിനെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്ത ഒരു 4 കാര്യം കൂടെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ സമയം തീരും. സ്തോത്രം. നമുക്ക് വളരെ ശാന്തമായിട്ട് ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കാം. ആമേൻ. ആരാണ് വലിയവനെന്ന് പറഞ്ഞതിനകത്ത് കർത്താവ് അവർക്ക് കൊടുത്ത ആ
മറുപടിയിൽ എന്താ പറഞ്ഞത്? എൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ മതി, ഇനി വായിക്കാം, ഇനി പറയാൻ വായിച്ചാൽ മതി. അവിടെ നോക്കിയേ, ഈ വിധത്തിൽ നിൽക്കുന്ന ആളുകൾ കർത്താവിനോട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ വലിയവൻ ആരായിരിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് കർത്താവിനെ പിൻപറ്റിയ 500, 5000, 50,000 വരുന്ന ആളുകളെ കുറിച്ച് ആയിരിക്കുമോ ചോദിച്ചത്? ആയിരിക്കുമോ? അല്ല. പിന്നെ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? ഞങ്ങളിൽ ആരായിരിക്കും സ്വർഗത്തിൽ വലിയവൻ? ഈ ചിന്ത അവർക്ക് എവിടെ തുടങ്ങിയിട്ടുണ്ട്? ഇതിനിടയ്ക്ക് ഒരു തർക്കം നടക്കുന്നുണ്ട്. കർത്താവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുവാ തർക്കിക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. തർക്കത്തിൻ്റെ വിഷയം എന്തോ, ഞങ്ങളിൽ ആരാണ്? അത് ഭൂമി വെച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഇന്നും അതിന് വലിയ കുറവൊന്നും ഇല്ല. എല്ലാവരും വലിയവരാണ്. സ്തോത്രം. അവരവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് വലിയവനെന്ന്. പോട്ടെ, ഇവിടെ ഇവർ ചോദിക്കുക, സ്വർഗത്തിൽ ഞങ്ങൾ എത്തും, ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങളിൽ ആരായിരിക്കും ഏറ്റവും വലിയവൻ? കർത്താവ് നൈസായിട്ടൊരു മറുപടി പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ എത്തിയിട്ട് വേണ്ടേ വലിയവൻ ആരാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, സ്വർഗത്തിൽ എത്തിയതിന് ശേഷം നിങ്ങൾ വലിയവനോ ചെറിയവനോ ആരെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ആദ്യം നിങ്ങൾ സ്വർഗത്തിൽ എത്തുമോ എന്നൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥന ഞായറാഴ്ച സഭായോഗം കൊണ്ട് അവസാനിപ്പിക്കും. നാം പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിച്ച് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ കർത്താവ് മടങ്ങി വരും, നാം അവനോട് കൂടെ ആമേൻ എടുക്കപ്പെടാനിരിക്കുന്നവരാണ്. ആ ബോധ്യത്തോടെ ദൈവത്തിലായിരിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം അത് ആത്മീയമായാലും ഭൗമികമായാലും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകി തരാൻ മതിയായവനാ. എന്നാൽ കർത്താവ് പറഞ്ഞ ഈ കാര്യം ശ്രദ്ധിക്കണമേ. ആമേൻ. ഇവർ പറയുകയാണ്, ഞങ്ങൾ സ്വർഗത്തിലെത്തും, അവിടെ എത്തുമ്പോൾ ഞങ്ങളിൽ വലിയവൻ ആരായിരിക്കും? കർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് വലിയവൻ ആരാ ചെറിയവൻ ആരാണെന്ന് ആലോചിക്കാം. അതിനു മുമ്പ് സ്വർഗത്തിൽ എത്തുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് 4 കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം കർത്താവ് അവിടെ പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. ഇതാരോടാ കർത്താവ് പറഞ്ഞേ? 500, 5000 വരുന്ന പുരുഷാരത്തോടാന്ന് പറഞ്ഞേ? അല്ല, കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാ 12 പേരെ തിരഞ്ഞെടുത്ത്. അങ്ങനെയാണെങ്കിൽ യഹൂദിൻ്റെ സമയക്രമം അനുസരിച്ച് വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയുള്ള സമയം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കൂട്ടൽ 12 പേരെ തിരഞ്ഞെടുക്കാൻ കർത്താവ് 12 മണിക്കൂർ പ്രാർത്ഥിച്ച് കാണും. ഒരാൾക്ക് വേണ്ടി 1 മണിക്കൂർ വീതം പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയുക, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. രാത്രി ദൈവങ്ങളോട് പറയാം, ദൈവം നമ്മെ വിളിച്ചതും നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതും ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുന്നതും ഒക്കെ സത്യമാണെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവ് പറയുകയാണ്, ആമേൻ, ഒരു തിരിവ് ആവശ്യമുള്ള സന്ദർഭത്തിൽ നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണെന്ന്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തെ കൃത്യമായി അറിയാവുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത്. ആ ബോധ്യമുള്ള ദൈവമക്കൾ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച്. സ്തോത്രം. നമ്മൾ വിചാരിക്കും നമ്മളെ പാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം. പാസ്റ്റർക്ക് ഒരു വിചാരമുണ്ട്, എൻ്റെ വിശ്വാസികളെല്ലാം അറിയാമെന്ന്. സ്തോത്രം. ശരിയായിരിക്കും, ഒരു പരിധി വരെയൊക്കെ അറിയാം, പക്ഷേ അറിയാൻ പാടില്ലാത്ത വിഷയവും വരും. സ്തോത്രം. എൻ്റെ 2ാമത്തെ മോള് കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതി വാർഷിക മീറ്റിങ്ങിൽ എനിക്കൊരു പണി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുമെന്നൊരു വചനമുണ്ട്.
ഇടയൻ ആടുകളുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നെ തിരിച്ച് സ്റ്റേജിന് അഭിമുഖമായിട്ട് ഇരുത്തിയിട്ട് അവളൊരു 8-10 പേരെ എൻ്റെ പുറകിൽ നിർത്തി. കൃപയാൽ 9 പേരുടെ സൗണ്ട് തിരിച്ചറിയാൻ സാധിച്ചു. ഒരാൾക്ക് പനിയായിരുന്നതുകൊണ്ട് കറക്റ്റ് സൗണ്ട് അല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ സഭയിലെ 100-135 വിശ്വാസികളുണ്ട്. അവരുടെ എല്ലാ സൗണ്ട് ഏകദേശം എനിക്ക് അറിയാം. അതൊരുമാതിരിയൊക്കെ വിജയിച്ചു കേട്ടോ. സ്തോത്രം. അപ്പം നമ്മുടെ ധാരണകളും തെറ്റുന്നൊരു സമയം വരും. സ്തോത്രം. ഇവിടെ സ്വർഗത്തിൽ വലിയവൻ ആരാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ എത്തണമെങ്കിൽ സ്തോത്രം നിന്റെ ധാരണയ്ക്ക് ചില മാറ്റം വരണം എന്നാണ് പറയുക. നീ ഒന്ന് തിരിഞ്ഞ് ആരെ പോലെ ആകണം? ശിശുക്കളെ പോലെ ആകണം. ഇന്ന് രാത്രിയിൽ ആമീൻ എത്രയോ വർഷങ്ങളുടെ പഴക്കവും പാരമ്പര്യമുള്ള ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, കർത്താവ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒന്ന് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, എന്നെ തോണ്ടി എന്നെ മാന്തി എന്നും പറഞ്ഞുകൊണ്ട് പരാതി പറയുന്ന ബാലിശ്യമായ കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ശിശുവിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ആ ശിശുവിനോട് ഒരു കാര്യം പറഞ്ഞാൽ ആ ശിശു അത് അങ്ങനെ തന്നെ വിശ്വസിക്കും. പറയുന്നയാളിനെ ആ ശിശുവിന് വിശ്വാസമാണ്. അതുകൊണ്ട് ആൾ പറഞ്ഞ കാര്യവും സത്യമാണെന്ന് ശിശു വിശ്വസിക്കും. സ്തോത്രം. നമുക്ക് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരിക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് പറയുന്നതെല്ലാം അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് ആമേൻ നമ്മൾ തിരിഞ്ഞു വരണമെന്ന് കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിച്ചെങ്കിൽ നമ്മളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. ഇന്ന് സഭകൾക്കകത്തൊക്കെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കും ശിശു ആകാനുള്ള മനസ്സില്ല. എല്ലാവർക്കും വലിയവരാകണം. സ്തോത്രം. അതിനകത്തെ ഒരു കുഴപ്പം കൂടെ ഞാൻ പറയാം. സ്തോത്രം. ഞാൻ വലിയവനാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? സ്തോത്രം. ഞാൻ പ്രിയ എബിപ്പാസ്റ്ററെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? എബിപ്പാസ്റ്ററെ ചെറുതാക്കിയെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വലിയവനാകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ പറയുന്നത് ഇവിടെ നടക്കണം എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരുത്തനും പറയുന്നത് നടക്കാൻ പാടില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിലയിരുത്താൻ നമ്മളാരും തയ്യാറാകരുത്. സ്തോത്രം. ഇവിടെ കർത്താവ് ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ അങ്ങനെ വളർന്ന് അങ്ങ് വലുതായിപ്പോയി. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? ആരാ വലുത് എന്നറിയാൻ ആഗ്രഹിക്കുമ്പോൾ വലുതാകണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിനകത്തുണ്ട്, ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും എന്തായിരിക്കണം? രാത്രി ദൈവത്തിൻ്റെ മക്കളോട് പറയാം, ഉപവാസ പ്രാർത്ഥന അതിൻ്റെ അനുഗ്രഹത്തിലേക്കും അതിൻ്റെ വിടുതലിലേക്കും വരണമെങ്കിൽ ആമേൻ നമ്മൾ ഒന്ന് ചെറുതാകാൻ, ആമേൻ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാൻ, ആമേൻ മറ്റുള്ളവരെ പറയുന്നതൊന്ന് കേൾക്കാൻ, അതൊന്ന് അംഗീകരിക്കാൻ, അതിനൊരു ആമീൻ പറയാൻ, ആമീൻ അത് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് വിശ്വസിക്കാൻ ഒക്കെ നമ്മൾ തയ്യാറായാൽ മാത്രമേ അത് നമുക്ക് അനുഗ്രഹമാകത്തുള്ളൂ. കൊരിന്ത്യലേഖനത്തിന് എതിരുണ്ട്, കേട്ട വചനം അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ടു, പക്ഷെ കേട്ടവർക്ക് അതെന്തായില്ല? ഉപകാരമായി തീർന്നില്ല. ദൈവത്തിൻ്റെ മക്കളെ, എത്രയോ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അത് ഉപകാരമായി തീരണമെങ്കിൽ നമ്മൾ തിരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ ദൈവസ്ഥാനത്തിൽ ഇരുന്ന് ആമേൻ എൻ്റെ ദൈവം എന്നോട് പറയുന്നത് സത്യമാണ്, അത് നടക്കും എന്ന് വിശ്വസിക്കാൻ ഒരു ശിശു തുല്യമായ ഒരു മനസ്സ്, ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിനകത്ത് വേണം. സ്തോത്രം. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രണ്ടാമത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ
സ്വർഗത്തിൽ വന്നു ചേർന്നാൽ അവിടെ നിങ്ങൾ വലിയവരാകണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞേ? അതിന് അടുത്ത വാക്യം, തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പൊ നോക്കി, കർത്താവ് പറയുകയാണ്, ഇവിടെ വെച്ച് പറയുകയാണ്, കർത്താവ് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്തും. അവിടെ നിങ്ങൾ വലിയവരാകണമെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നെത്താൻ താഴ്ത്തണം. സ്തോത്രം. വേറെ ആരെങ്കിലും പറഞ്ഞ് താഴ്ത്തുന്ന കാര്യമല്ല പറഞ്ഞ്, തന്നെ. നമ്മൾ കർത്തൃമേശയ്ക്ക് മുമ്പ് വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട് കൊരിന്ത്യലേഖനത്തിനകത്തുനിന്ന്. അവിടെ എല്ലാ ആഴ്ചയിലും പറയുന്നൊരു കാര്യമുണ്ട്, താൻ തന്നെ ശോധന ചെയ്യണം. തന്നെത്താൻ ശോധന ചെയ്യണം. അതിനെ താൻ തന്നെ ശോധന ചെയ്തിട്ട് മാത്രമേ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യാൻ പാടുള്ളൂ എന്ന് കർശനമായിട്ട് പറഞ്ഞിരിക്കുക. ഇതുപോലെ ഇവിടെ പറയുകയാണ്, ദൈവസഭയ്ക്കകത്തേക്ക് വരുമ്പോൾ, ആത്മീയ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെത്താൻ എന്ത് ചെയ്യണം? താഴ്ത്തണം. സ്തോത്രം. ഇന്ന് പലർക്കും വചനം കേൾക്കാൻ താല്പര്യമില്ല. ഒരു സഭയിലെ ഞാൻ ഇരുന്ന ഒരു സെൻറ്ററിലെ ഒരു പാസ്റ്റർ, എൻ്റെ സ്നേഹിതനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരാളുടെ കാര്യം പറഞ്ഞു, സഭായോഗം തുടങ്ങി രണ്ടാമത്തെ പാട്ടും പാടി ആരാധന തീരാറാകുന്ന സമയത്ത് ആരാധനയ്ക്ക് വരും. സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ച് സാക്ഷ്യം പറഞ്ഞ് സ്വോത്രകാഴ്ച ഇട്ട് കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ അത്? പ്രസംഗം കേൾക്കാനൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ സ്നേഹിതനായ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് താക്കീത് ചെയ്ത് തർജ്ജനം ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. ഉടനെ ആ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഈ വർഷം മാറുക, ഞാൻ ഈ വർഷം കൂടെ ഉള്ളൂ. ഉണ്ടാക്കി പറഞ്ഞ കഥയൊന്നുമല്ല, എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഈ വർഷം മാറുകയാണ്. ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അദ്ദേഹം സഭയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? എൻ്റെ കാലഘട്ടത്തിൽ പോയി എന്നുള്ളൊരു ദുഷ്പേര് എൻ്റെ പേരിൽ കിടക്കും. അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം ഇദ്ദേഹം സങ്കീർത്തനം പ്രബോധിപ്പിച്ച് വരുന്ന കൂട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈ അച്ചായൻ്റെ തലയിലൊന്ന് കൈവച്ചു. അച്ചായൻ അവിടുന്ന് പാസ്റ്ററെ ചള്ളും പൊട്ടുമൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, മര്യാദയ്ക്ക് ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ആ വചനത്തിന് മുമ്പിൽ വിധേയപ്പെട്ട് ഇരിക്കാൻ പറ്റാതെ എഴുന്നേറ്റ് പോവുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം സഭായോഗത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി. എന്താ കാര്യം? ഒരു വചനത്തിൻ്റെ മുൻപിൽ പോലും, ഒരു ആലോചനയ്ക്ക് മുമ്പിൽ പോലും ദൈവസന്നിധിയിൽ സ്വയം ഒന്ന് താഴാൻ, ഒന്ന് വിധേയപ്പെടാൻ മനസ്സില്ലാത്ത പെന്തക്കോസുകാരെ കൊണ്ട് സഭകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ നീ വലിയവനാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നീ എന്ത് ചെയ്യണം? തന്നെത്താൻ താഴാനുള്ളൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം. സമയം വേഗത്തിൽ പോകുന്നതുകൊണ്ട് ഇനി അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. മതി. സ്തോത്രം. അവിടെ പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ. ബാക്കി കാര്യം അവിടെ ഞാൻ എടുക്കുന്നില്ല. അവിടെ കർത്താവ് പറയുകയാണ്, ഈ പറയുന്ന മറുപടി ഏത് ചോദ്യത്തിൽ നിന്നാണെന്ന് ഓർത്തോണം. സ്വർഗത്തിൽ വലിയവനാര്? അതിന് കർത്താവ് പറഞ്ഞു, ഒന്ന്, സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ തിരിഞ്ഞു വരണം. 2, തന്നെത്താൻ താഴ്ത്തണം. 3, ആർക്കും ഇടർച്ച വരുത്തുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കണം. ആരോടാ പറയുന്നേ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോട്. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടാവും, ഒത്തിരി അജണ്ടകളുണ്ടാവും.
അത് സഭയുടെ വളർച്ച, ആത്മാക്കളുടെ വിടുതൽ, ദേശത്തിൻ്റെ അനുഗ്രഹം, വ്യക്തികളുടെ മനംതിരിവ്, യഥാസ്ഥാനപ്പെടണം, ഒത്തിരി നല്ല കാര്യങ്ങൾ, ആത്മനിറവ്, അഭിഷേകം, ആമേൻ, കർത്താവിൻ്റെ മടങ്ങി വരേണ്ട ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. സ്തോത്രം. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ആമേൻ ലോകവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ നിത്യതയ്ക്കായിട്ട് ഒരുക്കപ്പെട്ടവരായിരിക്കണം. അതാ നമ്മുടെ ഈ കൂടിവരവിൻ്റെ തന്നെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ആ ഉദ്ദേശത്തോടുകൂടെ ഒരുമിച്ച് കൂടി വരുന്ന ദൈവമക്കളുടെ ഇടയിൽ ആർക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ഇടർച്ച വരുത്തുന്നവരാകാൻ പാടില്ല. സ്തോത്രം. ഇന്ന് പകൽ ഞാനൊരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് റാന്നിയിലെത്തിയപ്പോൾ ഒരാൾ എന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. അവർക്ക് എന്നെ മനസ്സിലായി, പക്ഷെ എനിക്ക് അവരെ മനസ്സിലായില്ല. അവരിങ്ങോട്ട് വന്ന് എന്നെ പരിചയപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നാരാണ്, ഇന്നതുപോലെയാണ്, ഇന്നതൊക്കെയാണ് സാഹചര്യങ്ങൾ. എന്നിട്ട് ആരുടെയും പേര് പരാമർശിച്ചില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇടറിപ്പോകാൻ കാരണക്കാരായ, ആരുടെയും പേര് പറഞ്ഞില്ല കേട്ടോ, ഞങ്ങൾ ഇടറിപ്പോകാൻ ചിലരൊക്കെ കാരണക്കാരായി തീർന്നു. ഇന്നുച്ചയ്ക്ക് 3 മണിക്ക് 2:30 പറഞ്ഞ കാര്യം പറയുന്നത്. എനിക്കറിയില്ല, പക്ഷെ എന്നെ അറിയാം. പെന്തക്കോസ്തുകാരിയാ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇടർച്ച സംഭവിക്കാൻ കാരണം ചിലര് 2-3 പേരെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ, ആരും പേരൊന്നും പറഞ്ഞില്ല. നോക്കിയ ദൈവത്തിന് മക്കളെ, എത്രയോ പേരുടെ ഹൃദയത്തിനകത്ത് ആ വേദന കൊണ്ട് നടക്കുന്നുണ്ടെന്നറിയാമോ? ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളെ ആരെ അറിയില്ല. ഒരു സൺഡേ സ്കൂളിന് എക്സാമിനറായിട്ട് ഞാൻ ഈ ചർച്ചിൽ വന്നിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് പുറകിൽ. അതിനുശേഷം ഇതിനകത്ത് ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ആരും അറിയില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ദിവസം കർത്താവിദാസനോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്നെ പരമാവധി ഒന്ന് ഒഴിവാക്കി വിട്ടേക്കാമ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല, ഇങ്ങനെ തിരക്കാന്ന് പറഞ്ഞപ്പം പാസ്റ്ററിനോട് പറഞ്ഞു, അല്ല സുനിൽ പാസ്റ്ററെ, ഇന്ന് രാത്രിയിൽ സംസാരിക്കേണ്ട വചനം എന്താണെന്നുള്ളത് കർത്താവിനറിയാം, അത് കർത്താവ് തന്നോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെയും അറിയത്തില്ല, എന്നാൽ എന്നെയും നിങ്ങളെയും അറിയാവുന്ന ഒരു കർത്താവ് ഇതിനകത്തുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രിയിൽ ആമീൻ ദൈവത്തിൻ്റെ മക്കളോട് പറയുന്നു, ആമീൻ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ, അല്ല ഉപവാസ പ്രാർത്ഥനയുടെ റിസൾട്ട് ആമീൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, ആമീൻ നമ്മൾ ആർക്കും ഇടർച്ച വരുത്തുന്നവരാകാൻ പാടില്ല. ഇനി വചനം കേട്ട് കഴിയുമ്പോൾ ഇടർച്ച വന്നെന്ന് മനസ്സിലാക്കിയോ? അങ്ങ് മനസ്സിലായെന്ന് വിചാരിച്ചു. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്ക് ഇടർച്ച വന്നിട്ടുണ്ടെന്ന് മനസ്സിലായ, അതൊന്നും സാരമില്ല, കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ പറഞ്ഞതാ, ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണമെന്ന് അല്ലേ? ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണമെന്ന് ഞാൻ 31-ാം തീയതി പറഞ്ഞത്. അതുകൊണ്ട് ഇല്ല മക്കളെ, ഇല്ല ദൈവത്തിൻ്റെ ജനമേ, സ്തോത്രം. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ആനയ്ക്കറിഞ്ഞിട്ട് വാഴയ്ക്ക് മറയരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയാൽ അത് ക്ലിയർ ആകത്തില്ല. സ്തോത്രം. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ക്രമീകരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ദൈവം എനിക്ക് 4 കാര്യം, 3 പറയാം, ഓർമ്മപ്പെടുത്തി തന്നു. ഒന്ന്, ഞങ്ങളുടെ അയലോകത്തുള്ള വീടുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ ഹൈന്ദവരാ. അടുത്ത ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്ന് അവരോട് കാര്യം പറഞ്ഞ് ക്രമീകരിച്ചു. സ്തോത്രം. രണ്ടാമതൊരു കാര്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി. കുമ്പനാട് ഹെബ്രോൻ ബുക്ക് ഡിപ്പോയിൽ നിന്ന് ഞാൻ ഒരു സമുദായക്കാരനായി എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കവിയൂർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുമ്പനാട് കൺവെൻഷൻ കാണാൻ കടന്നുപോയ കനാനായ യാക്കോബായ വിശ്വാസം നിൽക്കുന്ന ഞാൻ രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, പെന്തക്കോസ്തുകാരനല്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് ചില ചെറിയ കഥപുസ്തകം, ചെറിയ ഈ നുറുങ്ങ് കഥകളുടെ പുസ്തകം ഞാൻ പൈസ കൊടുക്കാതെ എടുത്തുകൊണ്ട് പോയി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മോഷ്ടിച്ചു. പക്ഷേ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു, ഞാനൊരു വിശ്വാസി അല്ലാതിരിക്കുമ്പോൾ
കുമ്പനാട് ഹെബ്രോൻ ബുക്ക് ഡിപ്പോയിൽ നിന്ന് ഞാൻ പൈസ കൊടുക്കാതെ എടുത്തുകൊണ്ട് പോയ ബുക്കിൻ്റെ കാര്യം. ഞാൻ അടുത്ത ദിവസം അവിടെ ചെന്ന് ഞാൻ എടുത്ത ബുക്കിൻ്റെ എത്രയോ മടങ്ങ് വില കൊണ്ടുവന്നിട്ട് സഹിച്ചാൻ്റെ കൈ കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് കൊടുത്തു. ഇത്ര വർഷങ്ങൾക്ക് പുറകിൽ ഞാനിവിടെ അന്നേക്ക് എനിക്ക് തോന്നുന്നു 8-10 വർഷമായി. 10 വർഷത്തിന് പുറകിൽ ഞാൻ ഈ കുമ്പനാട് കൺവെൻഷൻ കാണാൻ വന്നപ്പോൾ ഞാനിവിടെ നിന്ന് കുറച്ച് പുസ്തകം, കഥപുസ്തകം പൈസ തരാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിൻ്റെ എത്രയോ മടങ്ങ് പൈസ ഇത് തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു. ഉടനെ സഹിച്ചാനോട് പറഞ്ഞ മറുപടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ വർഷം ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ ഞാനത് ക്ലിയർ ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീട് ദൈവം എനിക്ക് ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ സഭയിലെ വൈത്തോമസ് പാസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന വൈത്തോമസ് പാസ് ഒരു സഭായോഗത്തിന് എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച് കഴിഞ്ഞ് അദ്ദേഹം കർത്തൃമേശയുടെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയതായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ ശുശ്രൂഷിക്കാൻ വരുന്ന സുനി ഐക്കാട് പാസ്റ്ററെ, അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അവനെ അകാരണമായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു ഞായറാഴ്ച രാവിലെ. അത് പാസ്റ്ററുടെ തെറ്റിദ്ധാരണ കൊണ്ട് വഴക്ക് പറഞ്ഞതാണ്. അവൻ കരഞ്ഞോണ്ട്, അവൻ കുഞ്ഞായതുകൊണ്ട് കരഞ്ഞോണ്ട് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ തിരിച്ച് ചെന്നിട്ട് പാസ്റ്ററോടൊന്ന് ചൂടായി, ദേഷ്യപ്പെട്ട് സംസാരിച്ചു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ബോധ്യം തന്നു, ഞാനൊരു പാസ്റ്ററോട് കയർത്ത് സംസാരിച്ചത്. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, വൈത്തോമസ് പാസ് അപ്പോഴത്തേക്കിന് അമേരിക്കയിലെത്തി. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, വൈത്തോമസ് പാസ് അമേരിക്കയിൽ എവിടെയോ ആണ്, എനിക്ക് ഫോൺ നമ്പർ അറിയില്ല. എന്നാൽ ഒരു കണ്ടീഷൻ, എന്നെങ്കിലും എൻ്റെ ആയുസ്സിൽ ഞാൻ പാസ്റ്ററെ മുഖാമുഖം കണ്ടാൽ അന്ന് ഞാൻ ആ വിഷയം ക്രമീകരിച്ചോളാം, അതല്ലാതെ എനിക്ക് ഒരു മാർഗവും ഇല്ല. അങ്ങനെ ഇരിക്കെ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കുന്നമ്പുറത്തെ ജോസ്റ്റാൻ്റെ വീട്ടിൽ ഒരു കോട്ടേജ് മീറ്റിങ്ങിന് ഞാൻ അവിചാരിതമായി വന്നപ്പോൾ നോക്കിയപ്പോൾ അവിടെ അന്ന് രാത്രി വൈത്തോമസ് പാസ് പ്രസംഗിക്കാൻ വന്നേക്കുന്നു. സ്തോത്രം. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നോണ്ടെ കെട്ടിപ്പിടിച്ച് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എനിക്കിങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ അച്ഛനോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട്, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാനിത് പ്രസംഗിക്കുമ്പോൾ വെറുതെ നിന്ന് പ്രസംഗിക്കുകയല്ല. ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവത്തിൻ്റെ മക്കളോട് പറയാം, ആമേൻ. കർത്താവ് പറയുക, സ്വർഗത്തിൽ പോകണമെങ്കിൽ ആമേൻ നമ്മൾ ആർക്കും ഇടർച്ച വരുത്തുന്നവരാകാൻ പാടില്ല. ആമേൻ. ഒരാൾക്ക് പോലും. അവിടെ പറയുകയാണ്, നിന്റെ കണ്ണിലോ നിന്റെ കാഴ്ചപ്പാടിലോ അവൻ നിന്നേക്കാൾ സമ്പത്ത് കുറഞ്ഞവനാണെങ്കിലും, അവൻ നിന്നേക്കാൾ പണം കുറഞ്ഞവനാണെങ്കിലും, അവൻ നിന്നേക്കാൾ കുടുംബശ്രേഷ്ഠത കുറഞ്ഞവനാണെങ്കിലും, അവൻ നിന്നേക്കാൾ വിശ്വാസത്തിൽ കുറവുള്ള വ്യക്തിയാണെങ്കിലും, അവൻ നിന്നേക്കാൾ വിശ്വാസ പാരമ്പര്യത്തിൽ കുറവുള്ള വ്യക്തിയാണെങ്കിൽ, അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ചെറിയവരിൽ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ ആളെന്നല്ല അർത്ഥം കേട്ടോ. നിന്റെ കാഴ്ചപ്പാടിൽ അവന് എൻ്റെ ഒപ്പം നിൽക്കാനോ എന്നോടൊപ്പം സംസാരിക്കാനോ എൻ്റെ ഒപ്പം ഇരിക്കാനോ ഒന്നും ആളായിട്ടില്ല എന്ന് മറ്റൊരാളെ നിന്റെ കണ്ണുകൊണ്ട് നീ ചെറുതായി കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നീ എന്ത് ചെയ്യാൻ പാടില്ല, ആ വ്യക്തിക്ക് ഇടർച്ച വരുത്താൻ പാടില്ല. സ്തോത്രം. നിരാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരുടെയെങ്കിലും ഉള്ളത്തിൽ ഈ 5-ാം ദിവസത്തിൽ, കർത്താവേ, ആമേൻ, ഞാൻ ഇടർച്ച വരുത്തിയ ഏതെങ്കിലും സാഹചര്യങ്ങളോ വ്യക്തികളോ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയാൽ അത് ക്രമീകരിക്കാതെ മുൻപോട്ട് പോയാൽ നമുക്ക് എത്ര നാൾ വേണേലും ഉപവസിക്കാം, എത്ര പ്രാർത്ഥന വേണേലും നടത്താം. പക്ഷേ വേദോസ്തവത്തിന് കാര്യമുണ്ട്, ഒരു വാക്യമുണ്ട്, അത് നിന്റെ പേരിലിരിക്കുന്നു. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പേരിൽ കോടതിയിൽ നിന്ന് ഒരു കേസുണ്ട്, അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു സമൻസ് വന്നാൽ, അത് എൻ്റെ പേര് കിടക്കുകയാണെങ്കിൽ, ആ സമൻസിനോട് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ആ സമൻസ് പിന്നീട് എന്തായിട്ട് മാറും? അറസ്റ്റ് വാറണ്ടായിട്ട് മാറും. ഇപ്പം സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് വെക്കാതെ പോയ ഒരു പെറ്റി കിടന്നാൽ മതി. അടുത്ത പ്രാവശ്യം നിങ്ങളത് അടയ്ക്കാതെ പോയാലും അടുത്ത പ്രാവശ്യം വണ്ടി റിന്യൂ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ പെറ്റി എന്ത് ചെയ്യണം, ഈ ഫൈൻ എന്ത് ചെയ്യണം,
ഞാൻ ചോദിക്കട്ടെ, ലോകപ്രകാരം ഒരു തെറ്റ് സംഭവിച്ചാൽ അത് ക്രമീകരിക്കാതെ അടുത്ത കാര്യം മുന്നോട്ട് പോകത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം, സ്തോത്രം, ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ആർക്കും ഇടർച്ച വരുത്തരുത്. ഇനി അതിൻ്റെ 10ാമത്തെ വാക്കോട് വായിച്ച വാക്കുകൾ നിർത്തുന്നു. അപ്പോൾ അടുത്ത് പറയാ, ഇടർച്ച വരുത്തരുതെന്ന് മാത്രമല്ല, ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകരുത്. അതൊരു പക്ഷേ വാക്കുകൊണ്ടായിക്കോട്ടെ, നോട്ടം കൊണ്ടായിക്കോട്ടെ, പ്രവർത്തി കൊണ്ടായിക്കോട്ടെ, 2 പേർ തമ്മിൽ ഫോൺ വിളിച്ചിട്ട് വേറൊരാളെ എന്ത് ചെയ്യാൻ പാടില്ല. സ്തോത്രം. നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴേ നമ്മൾ സംസാരിക്കുന്നത് 3ാമതൊരാളെ കുറിച്ചാണെങ്കിൽ അവരതറിയോ? അറിയത്തില്ല. അവരറിഞ്ഞില്ലേ പ്രശ്നമുണ്ടോ? അവരറിയത്തില്ല. ഞാൻ വിശ്വസ്തയോടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അവർ പറയത്തില്ല. അതുകൊണ്ട് ആ വ്യക്തി ഒരിക്കലും അത് അറിയാനായിട്ട് പോകുന്നില്ല. നമ്മുടെ തെറ്റിദ്ധാരണയത്. 11ാം വാക്യം വായിച്ച്. അവിടെ നോക്കി, ഇവിടെ പറയുക, നമ്മൾ വേറൊരാളെ തുച്ഛീകരിക്കാൻ വേണ്ടി, നമുക്കിപ്പോൾ ഏറ്റവും മനസ്സിലാകുന്ന കാര്യമാണല്ലോ ഫോൺ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ, നമ്മൾ 2 പേര് തമ്മിൽ ഫോൺ ചെയ്ത് 3ാമതൊരാളെ തുച്ഛീകരിക്കുന്ന നിലയിൽ ആരോടും പറയരുതെന്ന് പറഞ്ഞ് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന കാര്യം ആ ആൾ കേട്ടില്ലെങ്കിലും ഇവിടെ പറയുക, ആ ചെറിയവന് വേണ്ടി ഒരു ദൂതൻ എവിടെ ഉണ്ട്? സ്തോത്രം. നമ്മൾ പറയുന്നത് അവരറിഞ്ഞ് കാണത്തില്ല, പക്ഷേ അവന് വേണ്ടി ഒരു ദൂതൻ എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ടെന്ന്. എന്നിട്ട് പറയുക, അവൻ്റെ ദൂതൻ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുക. ആ ദൂതൻ ദൈവത്തോട് പറയും, ഈ അച്ചായൻ അറിഞ്ഞ് കാണത്തില്ല, പക്ഷേ ഇവർ 2 കൂടി അച്ചായനെ തുച്ഛീകരിക്കുന്ന കാര്യം അച്ചായൻ്റെ ദൂതൻ ആരോട് പറയും? നമുക്ക് പണി കിട്ടും. സ്തോത്രം. ഇവിടെ കർത്താവ് പറയുക, സ്വർഗത്തിൽ ആരാണ് വലിയവനെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോകണമെങ്കിൽ 1 തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണം, 2 തന്നെത്താൻ താഴ്ത്തണം, 3 ആർക്കും ഇടർച്ച വരുത്തരുത്, 4 ആരെയും അവരറിഞ്ഞോ അറിയാതെയോ തുച്ഛീകരിക്കരുത്. ഇത് കർത്താവ് പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് അങ്ങ് പോവല്ലായിരുന്നു. ഞാൻ നിർത്തുക. യോഹന്നാൻ 17 യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്. പിതാവേ, ഈ ഭൂമിയിൽ വെച്ച് നീ എനിക്ക് ചെയ്യാൻ തന്നതെല്ലാം ഞാൻ ചെയ്ത് തികച്ചിരിക്കുന്നു. ഇനി എന്നെ തിരിച്ച് നിന്റെ അടുക്കിലേക്ക് മഹത്വപ്പെടുത്തണമേ. നോക്കിക്കേ, കർത്താവ് പറയുക, ഈ ഭൂമിയിൽ വെച്ച് എനിക്ക് ചെയ്യാൻ തന്നതെല്ലാം ഞാൻ ചെയ്ത് തികച്ചിരിക്കുന്നു. ഒടുവിൽ ക്രൂശിൽ കിടന്നോളും പറഞ്ഞു സകലതും. കണ്ടോ, കർത്താവ് നമുക്കൊരു മാതൃകയാ. ഈ ഭൂമിയിൽ വെച്ച് തികയ്ക്കേണ്ടതെല്ലാം തികയ്ക്കാൻ കർത്താവ് മാതൃക കാണിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന് മുമ്പിൽ, കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനത്തിന് മുമ്പിൽ, ഇനി കേൾക്കാൻ പോകുന്ന വചനങ്ങൾക്ക് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ കർത്താവിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് ഈ വചനം എന്തനുശാസിക്കുന്നോ അത് നിവർത്തിച്ചുകൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമുക്ക് തുണ നിൽക്കട്ടെ. ആമേൻ. സകല സത്യത്തിലും നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനവും അനുസരിച്ച് ആമേൻ നമ്മൾ മുൻപോട്ട് പോകുന്നെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളുയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുക. കർത്താവ് നമ്മെ യുവജനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന കർത്താവിൻ്റെ ദാസനോടും ശ്രദ്ധിച്ച് ദൈവമക്കളോടും നന്ദി പറയുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്തും ശുശ്രൂഷയെ ഓർത്തും, പ്രത്യേകിച്ച് മാതൃസഭയിലെ ശുശ്രൂഷ, ഒരു പ്രവാചകനും എന്നോട് എത്ര പേര് പറയുന്നറിയാമോ? പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, കർത്താവിനോട് പറഞ്ഞ വചനം അത് മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. മറ്റുള്ളവർ പറയുന്ന ഒന്നും എൻ്റെ വിഷയമല്ല. സഹോദരൻ, സ്നേഹത്തോടെ പറഞ്ഞതാ. പക്ഷേ ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.